ഹായ്, നമ്മൾ ടെസ്റ്റസ് ഫോർ കൺവേർജൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ടെസ്റ്റുകളാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ ടെസ്റ്റ്, സെക്കൻഡ് വൺ കമ്പാരിസൺ ടെസ്റ്റ്, ആൻഡ് തേർഡ് വൺ റേഷ്യോ ടെസ്റ്റ്, ആൻഡ് ഫോർത്ത് വൺ റൂട്ട് ടെസ്റ്റ് ആണ്. 4 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഇൻ്റഗ്രൽ ടെസ്റ്റ്. ഇൻ്റഗ്രൽ ടെസ്റ്റ് വന്നിട്ട് AIBA സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ്. AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ടേംസിൻ്റെ സീക്വൻസ് ആണ്. എ എന്നുള്ള എഫ് ഓഫ് ഐ എന്നുള്ള ഫോമിലാണ് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. അതേപോലെ എന്താ പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കൺവേർജൻസിൻ്റെ കേസാണല്ലോ പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജസ് ആണെങ്കിൽ, അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്. ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കൺവേർജസ് ആണെങ്കിൽ സോ ഡസ് സിഗ്മ ഈക്വൽ ടു 1 to infinity AI. അതായത് അങ്ങനെയാണെങ്കിൽ ആ സീരീസും എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. ഇനി ആൻഡ് ഇഫ് ഇൻ്റഗ്രേഷൻ 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജസ് ആണെങ്കിൽ ആ ഇൻഫിനിറ്റി സീരീസ് എന്തായിരിക്കും, ഡൈവേർജസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ടാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ AI എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ തന്നു, എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തന്നു. അപ്പോൾ ഈ എഫ് ഓഫ് ഐനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 1 to infinity വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് b എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്കൊരു ഫൈനൈറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയും, അത് കൺവേർജൻസ് ആണെന്ന് പറയും. ഓക്കെ, അത് കൺവേർജൻസ് ആണെങ്കിൽ നമ്മുടെ സീരീസ് എന്തായിരിക്കും, കൺവേർജൻസ് ആയിരിക്കും. അത് ഡൈവേർജൻസ് ആണെങ്കിൽ നമ്മുടെ സീരീസ് ഡൈവേർജൻസ് ആയിരിക്കും. മസ്റ്റ് പ്രോബ്ലം നോക്കാം. യൂസിങ് ഇൻ്റഗ്രൽ ടെസ്റ്റ് പ്രൂവ് ദാറ്റ് ദി സീരീസ് 1 + 1/4 + 1/9 + 1/16 + etc. is converges. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സീരീസ് കൺവേർജസ് ആണെന്നാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് സീരീസിൻ്റെ നമുക്കിപ്പോൾ AI ഈക്വൽ ടു എഫ് ഓഫ് ഐ എന്നുള്ള രൂപത്തിൽ എഴുതണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് AI ഈക്വൽ ടു 1, ഫസ്റ്റ് ടൈം 1 ആണ് വരുന്നത്, അപ്പോൾ 1/1 എന്ന് എഴുതാം. ഓക്കെ, സെക്കൻഡ് ടൈം 1/4 ആണ്, തേർഡ് ടൈം 1/9 ആണ്, അടുത്തത് 1/16. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/1 + 1/2² + 1/3² + 1/4², അങ്ങനെയാണ് പോവുക. അപ്പോൾ നമുക്ക് AI എന്ന് പറഞ്ഞാൽ എഫ് ഓഫിൻ്റെ ഫംഗ്ഷനിൽ എഴുതുമ്പോൾ എന്ത് വരും, 1/i² എന്ന് വരും. ഓക്കെ, 1/i², I ഈക്വൽ ടു 1, 2, 3 etc. സിഗ്മ ഈക്വൽ ടു 1 to infinity 1/i² ആണ് നമ്മൾ സീരീസ് ഇട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 1/i² എഫ് ഓഫ് എക്സ് ആക്കി എഴുതുക. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x² എന്ന് വരും. സോ എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, 1 to infinity 1/x² dx എന്ന് എഴുതുക. ദെൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൽ ഇൻഫിനിറ്റി അവിടെ ഉള്ളതുകൊണ്ട് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേഷൻ 1 to b 1/x² dx എന്ന് എഴുതി. ദെൻ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി -1/x 1 to b. സോ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/b ദാറ്റ്സ് ഈക്വൽ ടു 1 വന്നു. ഞാൻ ഇൻ്റഗ്രേഷൻ ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല, നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. സോ നമുക്ക് എന്ത് പറയുമ്പോൾ ഇവിടെ 1 ആണ് കിട്ടിയത്. അതെന്താണ്, ഫൈനൈറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഫൈനൈറ്റ് ലിമിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, അത് കൺവേർജസ് ആണെന്ന് പറയാം. സോ അത് കൺവേർജസ് ആയതുകൊണ്ട് ഈ സീരീസ് കൺവേർജസ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് അടുത്ത ടെസ്റ്റ്. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് അങ്ങനെയാണ് ചെയ്യുക. ഇനി കമ്പാരിസൺ ടെസ്റ്റ് ആണ് അടുത്ത് പറഞ്ഞത്. ഈ കമ്പാരിസൺ ടെസ്റ്റിലാണ് 2 ടെസ്റ്റുകളുണ്ട്, ഒന്ന് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും ഒന്ന് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റും. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിന് രണ്ട് ടൈപ്സ് ഉണ്ട്, ഒന്ന് ഡയറക്റ്റ് കമ്പാരിസണും ഒന്ന് റേഷ്യോ കമ്പാരിസണും. നോക്കി നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് കമ്പാരിസൺ. ലെറ്റ് സിഗ്മ ഈക്വൽ ടു 1 to infinity AI ആൻഡ് സിഗ്മ ഈക്വൽ ടു 1 to infinity BI be series such that മോഡുലസ് ഓഫ് AI less than or equal to BI. If sigma equal to 1 to infinity BI is convergent, then so is sigma equal to 1 to infinity AI. അതായത് 2 സീരീസ് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു സീരീസിൻ്റെ മോഡുലസ്, അതായത് നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. ഒരു സീരീസിനേക്കാളും വലുതായിരിക്കണം മറ്റൊരു സീരീസ്. അങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഈ ടേംസ് ഒരു സീരീസിൻ്റെ ടേംസിനേക്കാളും വലുതായിരിക്കണം മറ്റേ സീരീസിൻ്റെ ടേം. സോ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI ആണ്. അപ്പോൾ നമ്മൾ ഈ BI എന്ന് പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഇവിടെ വലിയ സീരീസാണ്, വലിയ ടേംസ് വരുന്ന സീരീസാണ് BI എന്ന് പറഞ്ഞത്. സോ ആ BI എന്ന് പറഞ്ഞത് കൺവേർജസ് ആണ്. വലുത് കൺവേർജസ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം, ചെറുതും കൺവേർജസ് ആയിരിക്കും എന്ന് പറയാം. അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സീരീസ് നമ്മൾ ഒട്ടും ആ സീരീസിൻ്റെ ടേംസ് പറഞ്ഞാൽ ഒന്നിനേക്കാളും വലുതായിരിക്കണം. ആ വലുത് എന്തായിരിക്കണം, കൺവേർജസ് ആണെങ്കിൽ സോ ചെറുതും കൺവേർജസ് ആയിരിക്കും. പിന്നെ ചെറിയ സീരീസ് എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് വാല്യൂസേ വരാൻ പാടുള്ളൂ, നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല.
അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദി ഫോളോയിങ് സീരീസ് ഈസ് കൺവേർജൻറ്റ്. നമുക്ക് തന്നിട്ടുള്ള സീരീസ് കൺവേർജൻറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. സോ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity minus 1 raised to i ഡിവൈഡഡ് i into 3 raised to i plus 1 ആണ്. ഫോർ ഈച്ച് i ഈക്വൽ ടു 1 2 3 എക്സെട്ര. സോ നമ്മൾ ai എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുത്തു, -1 raised to i ഡിവൈഡഡ് i into 3 raised to i plus 1 എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ i into 3 raised to i plus 1 ആണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ ആ വാല്യൂ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ബി ഐ എടുക്കണം. ബി ഐ എങ്ങനത്തെ എടുക്കേണ്ടത്, ഇതിനേക്കാളും വലുതാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 raised to iൻ്റെ ടേം തന്നെ നമുക്ക് വരണം, എന്നാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 raised to i എന്നുള്ള ടേം വരണം. അപ്പോൾ 3 raised to i plus 2 കൊടുക്കുക എന്ന് വിചാരിക്കും ഇവിടെ. അപ്പോൾ അതെന്തായി മാറി, അത് ഒന്നും കൂടി ചെറുതാവുക ചെയ്ത്. അപ്പോൾ നമുക്ക് ചെറിയതാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങൾ 1/x ആണോ വലുത് 1/x² ആണോ വലുതെന്ന് ചോദിച്ചാൽ ഏതാ വലുത് വരിക, 1/x ആണ് വലുത് വരിക. ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ വരുന്നതാണ് ചെറുതാവുക. ഓക്കെ, ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ ആണ്. അതായത് 1/2 ആണോ വലുത് 1/4 ആണോ വലുത് വെച്ചാൽ 1/2 ആണ് വലുത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ചെറിയ വാല്യൂ വരുന്നതാണ് ഏറ്റവും വലിയ വാല്യൂ ആവുക. അപ്പോൾ 1/3 raised to i plus 1 എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതായിരിക്കും. അപ്പോൾ അതിനേക്കാളും വലുതെടുക്കണമെങ്കിൽ നമ്മൾ 1/3 raised to i നമ്മൾ എടുത്തു. സോ മോഡുലസ് ഓഫ് ai ഈക്വൽ ടു, അതായത് ഇതിന് മൈനസ് വരുന്നുണ്ട്, ഈവൺ നമ്പറും ഓഡ് നമ്പറിനനുസരിച്ച് മൈനസ് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, മോഡുലസ് ഓഫ് ai ഈക്വൽ ടു 1/i raised to 3i plus 1 എഴുതി. ഓക്കെ, ഇസ് ലെസ് ദാൻ 1/3 raised to i, ഇത് ബി ഐ എന്ന് വരും. ഓക്കെ, അതിന് എ ഐ എന്നും ബി ഐ എന്നും നമ്മൾ തിരിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, കൺവേർജൻസ് ആണോ എന്ന് നോക്കണം. അതായത് ഈ വലുത് കൺവേർജൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. 1/3 raised to i ആണ്. അതെന്താണ്, ഒരു ജോമെട്രിക് സീരീസ് ആണ്. 1/3 raised to i എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/3 ക്യൂബ് പ്ലസ് എക്സെട്ര എന്നാണ് വരിക. അപ്പോൾ ഫസ്റ്റ് ടൈം 1/3 ആൻഡ് കോമൺ റേഷ്യോ 1/3 ഇസ് ലെസ് ദാൻ 1 ആണ്. 1/3 ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് a പ്ലസ് AR പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് പറഞ്ഞാൽ ആ ജോമെട്രിക് സീരീസ് കൺവേർജസ് ആവും. എപ്പോൾ അതിൻ്റെ കോമൺ റേഷ്യോ ആയിട്ടുള്ള 6 ലെസ് ദാൻ 1 ആവുമ്പോൾ ഇറ്റ് ഈസ് കൺവേർജസ് എന്ന് പറയും. സോ 1/3 ഇസ് ലെസ് ദാൻ 1. സോ നമുക്ക് എന്ത് പറയാം, ആ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വലിയ സീരീസ് കൺവേർജൻ്റ് ആണ് കിട്ടി. ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ചെറിയ സീരീസ് എന്താണ്, കൺവേർജസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ആണ്. അപ്പോൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് നോക്കാം. രണ്ട് സീരീസ് നമ്മളെടുത്തു. സിഗ്മ ഈക്വൽ ടു 1 to infinity ai എന്ന് പറഞ്ഞതും അതേപോലെ സിഗ്മ ഈക്വൽ ടു 1 to infinity bi എന്ന് പറഞ്ഞതും. ഇഫ് ഫസ്റ്റ് വൺ പറഞ്ഞത് മോഡുലസ് ഓഫ് ai ലെസ് ദാൻ ഓർ ഈക്വൽ ടു bi, അതായത് ഒരു സീരീസ് മറ്റേ സീരീസിനേക്കാളും വലുത് ഈക്വൽ ആയിരിക്കണം എന്നാണ്. ഫോർ ഓൾ ഐ, ഓർ അല്ലെങ്കിൽ എന്താ, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ai ഡിവൈഡഡ് bi ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഒരു സീരീസിന്റെ മറ്റു സീരീസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റിനേക്കാളും ചെറുതായിരിക്കും. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് അതിനേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ സിഗ്മ ഈക്വൽ ടു 1 to infinity bi ഈസ് കൺവേർജന്റ്. വലിയ സീരീസ് കൺവേർജന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഒന്ന് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം, സിഗ്മ ഈക്വൽ ടു 1 to ചെറിയ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയാം. ഇനി ഡൈവേർജന്റ് കേസ് പറയുമ്പോൾ ai ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു bi, ഓർ ഇവിടെ റേഷ്യോ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മോഡുലസ് ഓഫ് ai ഡിവൈഡഡ് biന്റെ ലിമിറ്റ് നോക്കുന്നുണ്ട്. അത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ നോക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ റേഷ്യോ കമ്പാരിസൺ വരാൻ കാരണം. ഇഫ് ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി ai ഡിവൈഡഡ് bi ഈസ് ഗ്രേറ്റർ ദാൻ 0. ഡൈവേർജന്റ് കേസിൽ ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. ഓക്കെ, ആൻഡ് സിഗ്മ ഈക്വൽ ടു 1 to infinity bi ഈസ് ഡൈവേർജന്റ്. വലിയ സീരീസ് ഡൈവേർജന്റ് ആയ നമുക്ക് എന്ത് പറയാം, ഓട്ടോമാറ്റിക്കലി ഇവിടെ വലുത് ഏതാ, ai ആണ് വലുത്, bi ആണ് ചെറുത്. അപ്പോൾ ചെറിയ സീരീസ് കൺവേർജന്റ് ആയ നമുക്ക് എന്ത് പറയാം, വലിയ സീരീസും കൺവേർജന്റ് ആണെന്ന് പറയാം. To apply the comparison test, we need to have on hand a list of series comparison test. അതായത് രണ്ട് ഇമ്പോർട്ടൻറ്റ് സീരീസ് ആണുള്ളത് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യണം. രണ്ട് ഇമ്പോർട്ടൻറ്റ് സീരീസ് ആണുള്ളത്. റേഷ്യോ കമ്പാരിസൺ അല്ല, കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്ന രണ്ട് സീരീസ് ആണ്. ഒന്ന് ജോമെട്രിക് സീരീസും ഒന്ന് പി സീരീസും. Geometric series sigma k equal to 1 to infinity ar raised to k minus 1 which converges if modulus of r less than 1 and if diverges if modulus of r greater than or equal to 1. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒന്നും കൂടി ജസ്റ്റ് ഓർമ്മിപ്പിച്ചു എന്നേ. ഇനി അതേപോലെ വേറൊരു സീരീസിൽ പി സീരീസ് ആണ്. സിഗ്മ k equal to 1 to infinity 1 by k raised to p which converges if p greater than 1. p greater than 1 ആകുമ്പോൾ converges ആവും and diverges if p less than or equal to 1. നമുക്ക് പ്രോബ്ലം നോക്കാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ദി ഫോളോയിങ് സീരീസ്.
ഫസ്റ്റ് വൺ ഹിയർ എ ഐ ഈക്വൽ ടു 1/2 റേസ് ടു ഐ മൈനസ് ഐ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബി ഐ ആയിട്ട് 1/2 റേസ് ടു ഐ മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് റേഷ്യോ കണ്ടെത്തണം. റേഷ്യോ കാണുമ്പോൾ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ ബി എ. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 റേസ് ടു ഐ മൈനസ് ഐ ഡിവൈഡഡ് 1/2 ഐ. ദാറ്റ് മീൻസ് നേരെ ഓപ്പോസിറ്റ് തിരിയും. അതായത് 1/2 റേസ് ടു ഐ മൈനസ് ഐ ഡിവൈഡഡ് 1/2 റേസ് ടു ഐ എന്നാണ്. അത് നേരെ തിരിയുമ്പോൾ 1/2 റേസ് ടു ഐ മൈനസ് ഐ ഇൻറ്റു 2 റേസ് ടു ഐ ഡിവൈഡഡ് 1 വരും. അപ്പോൾ 2 റേസ് ടു ഐയും 2 റേസ് ടു ഐയും കൂടിയിട്ട് ഇല്ല, 2 റേസ് ടു ഐയും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും, 2 റേസ് ടു ഐ ഡിവൈഡഡ് 2 റേസ് ടു ഐ മൈനസ് ഐ എന്ന് കിട്ടും. ഇനി 2 റേസ് ടു ഐനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക, ഇവിടെ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക, ഓൾ ഡിവൈഡ് ചെയ്യാം. സോ 2 റേസ് ടു ഐ ഡിവൈഡഡ് 2 റേസ് ടു ഐ 1 എന്ന് വരും. ഇവിടെ 2 റേസ് ടു ഐ ഡിവൈഡഡ് 2 റേസ് ടു ഐ വരുമ്പോൾ 1 മൈനസ് ഐ ഡിവൈഡഡ് 2 റേസ് ടു ഐ എന്ന് വരും. ഓക്കെ, then limit I tends to infinity I by 2 raised to I equal to, അത് ഇവിടെ ഇതിൻ്റെ വാല്യൂ ആണ് ആദ്യം നോക്കണം. അവിടെ മാത്രമേ നമ്മൾ ഐ ഉള്ളൂ, ബാക്കി രണ്ട് ടേമും 1 ആണ്. സോ അതിൻ്റെ വാല്യൂ ഐ ബൈ 2 റേസ് ടു ഐന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഐ ബൈ 2 റേസ് ടു ഐ കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് ഐക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമാണ്. സോ നമ്മൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആകുമ്പോൾ നമ്മൾ എല്ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. എല്ലോപിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം ഐ ബൈ 2 റേസ് ടു ഐ ആണ്. സോ ഐൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ 1/2 റേസ് ടു ഐൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 റേസ് ടു ഐനെ ഡി ബൈ ഡി എക്സ് ഓഫ് 2 റേസ് ടു ഐ എന്ന് എടുക്കുക. ഇത് നമുക്ക് ഇ റേസ് ടു എക്സ് എന്നുള്ള രൂപത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഇതിന് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് മാറ്റുമ്പോൾ ഈ 2 റേസ് ടു ഐനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ലോഗ് 2x എന്ന് എഴുതാം. ലോഗ് 2x എന്ന് എഴുതാം. ഓക്കെ, അല്ല അതിനൊന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ലോഗ് 2 എന്ന് എഴുതിയാൽ ഈ എക്സ് ലോഗ് 2ഉം 2 റേസ് ടു എക്സ്, എക്സിൻ്റെ ടേമിലാണ് ഞാൻ എഴുതിയത് ഐ കേട്ടോ. ഇവിടെ 2 റേസ് ടു എക്സ് ആണെന്ന് വിചാരിക്കട്ടോ. സോ ഇ റേസ് ടു എക്സ് ലോഗ് 2 എന്ന് വരും. ഇ റേസ് ടു എക്സ് ലോഗ് 2ഉം 2 റേസ് ടു എക്സ് എന്താണ്, സെയിം ആണ്. നമ്മൾ 2 റേസ് ടു എക്സിന് നമ്മൾ എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു എക്സ് ലോഗ് 2 എന്ന് എഴുതും. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് ലോഗ് 2ന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് 2 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറ്റില്ല. അപ്പോൾ ഡെറിവേറ്റീവ് കാണേണ്ട മെത്തേഡാണ് ഞാൻ പറയുന്നത്. സോ ഇ റേസ് ടു എക്സ് ലോഗ് 2ന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു ഈക്വൽ ടു എക്സ് ലോഗ് 2, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് വരും. ഇതാണ് നമ്മളെ ഡെറിവേറ്റീവ്. ദെൻ ഇ റേസ് ടു യുവിൻ്റെ, അതായത് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക, ഇ റേസ് ടു എക്സ് തന്നെ വരിക. അപ്പോൾ ഇ റേസ് ടു യു എന്ന് വരും. ഇവിടെ ഡി യു ആണ്. ഇ റേസ് ടു യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് 2 എന്നാണ്. യു എന്ന് പറഞ്ഞാൽ എക്സ് ലോഗ് 2. ദെൻ എക്സ് ലോഗ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് അവിടെ എന്താ ആൻസർ വരിക, ലോഗ് 2 എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ഇ റേസ് ടു യു ലോഗ് 2 എന്നാണ് വരിക. ഇവിടെ യു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ലോഗ് 2 എന്നാണ്. സോ ആൻസർ ഇ റേസ് ടു എക്സ് ലോഗ് 2 ഇൻറ്റു ലോഗ് 2 എന്ന് വരും. ഈ ഇ റേസ് ടു എക്സ് ലോഗ് 2 എന്ന് പറഞ്ഞാൽ എന്താ, 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. അപ്പോൾ 2 റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 2 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 2. അപ്പോൾ അതെങ്ങനെയാണ് ഡെറിവേറ്റീവ് എങ്ങനെയാണ് കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് ഇതിലായിട്ട് പറഞ്ഞത്. ഓക്കെ, സ്ലൈഡിലാക്കി പറഞ്ഞത്. സോ അതാണ് ഇവിടെ 2 റേസ് ടു ഐ ലോഗ് 2. നമ്മൾ എക്സിനോട് പകരം ഇവിടെ ഐ ആണ്. സോ 2 റേസ് ടു ഐ ലോഗ് 2 എന്ന് വരും. ഇനി ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുക. ഇവിടെ ഇൻഫിനിറ്റി വരും. ഈ ഒരു ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരും. സോ 1/∞ പറഞ്ഞാൽ 0 വരും. ദെൻ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ബി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 മൈനസ് ഐ ബൈ 2 റേസ് ടു ഐ, ദാറ്റ്സ് ഈക്വൽ ടു 1/1 മൈനസ് 0, ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. അതായത് നമ്മളിപ്പോൾ ലിമിറ്റ് ഏതിൻ്റെ കാണുന്നത്, എ ഐ ബൈ ബി ഐ ആണ് നമുക്ക് കാണേണ്ടത്. അതിന് പകരം നമ്മൾ ആദ്യം എന്ത് കണ്ടു, ഈ ഒരു ടേമിൻ്റെ ലിമിറ്റ് കണ്ടു, ഐ ബൈ 2i. ഈ ഡിനോമിനേറ്ററിൽ എന്താണോ വരുന്നത്, അല്ല ഡിനോമിനേറ്ററല്ല ഈ ഒരു ഇതിൻ്റെ ലിമിറ്റ് കണ്ടു. അത് മാത്രമേ അതിൻ്റെ ടേം ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ആ കിട്ടിയ വാല്യൂ 0 എന്നുള്ളത് ഈ മൊത്തം ലിമിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 മൈനസ് ഐ ബൈ 2 റേസ് ടു ഐയിൽ ഇവിടെ എന്ത് വന്നു, 0 എന്ന് വന്നു. സോ 1/1 മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വന്നു. 1 എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിനിറ്റിനേക്കാളും ചെറുതാണ്.
So also sigma I equal to 1 to infinity bi equal to sigma I equal to 1 to infinity 1 by 2i in 1 2 raised to I in 1, and that is a geometric series with the first term a equal to 1 by 2 and common ratio 1 by 2. Since the ratio 1 by 2 is less than 1, the series അപ്പോൾ നമുക്ക് എന്ത് പറയാം, r ലെസ് ദാൻ 1 ആയതുകൊണ്ട് സിഗ്മ എന്ന് പറഞ്ഞ സീരീസ് കൺവേർജൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷൻസ് എന്തായിരുന്നു, ഇതിൽ ഐ ലിമിറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ നോക്കുക. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി, 1 എന്നാണ്. 1 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ സിഗ്മ ബി ഐ കൺവേർജൻ്റ് ആണോ നോക്കി. അത് ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് അത് കൺവേർജൻ്റ് ആണ്. അത് കൺവേർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, സിഗ്മ ഈക്വൽ ടു 1 to infinity എ ഐ എന്ന് പറഞ്ഞത് കൺവേർജസ് ആണ് കിട്ടി. ഓക്കെ, ദെൻ ഹിയർ എ എൻ ഈക്വൽ ടു, അടുത്ത ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ എൻ ഈക്വൽ ടു സിഗ്മ an equal to root of 1 plus 4 raised to n divided 1 plus 5 raised to n. അപ്പോൾ നമ്മൾ ബി എൻ ആയിട്ട് നമ്മൾ എന്തെടുത്തു, 4 raised to n by 5 raised to n എടുത്തു. അതിന് നമുക്ക് 4 by 5 all raised to n by 2 എന്ന് എഴുതാം. കാരണം റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 4 by 5 all raised to 1 by 2 എന്നാണ് മീനിങ്. സോ 4 by 5 all raised to n by 2 എന്ന് വന്നു. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തു നോക്കാം. ലിമിറ്റ് എന്താ, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നൊക്കെ നമ്മൾ ചെയ്ത് നോക്കാം. സോ ലിമിറ്റ് n tend to infinity a n by b n equal to limit n tend to infinity root of 1 plus 4 raised to n divided 1 plus 5 raised to n all divided 4 by 5 all raised to n by 2 എന്നാണ്. ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ അത് നമ്മൾ ഇവിടെ ഡിവൈഡഡ് ആയതുകൊണ്ട് നേരെ തിരിഞ്ഞിട്ട് എന്ത് വന്നു, 5 raised to n by 4 raised to n വന്നു. സോ ലിമിറ്റ് n tend to infinity, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, 4 raised to n കൊണ്ട് അങ്ങോട്ട് മേലെ 4 raised to n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ല, മേലെ 4 raised to n കൊണ്ടല്ല, ഇതിപ്പോൾ രണ്ടും റൂട്ടിൻ്റെ ഉള്ളിൽ ഇറക്കണം. അപ്പോൾ നമുക്ക് ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. 1 plus 4 raised to n into 5 raised to n divided 1 plus 5 raised to n into 4 raised to n എന്ന് എഴുതാം. ഇതിൽ 4 raised to n ഇവിടുത്തെ ഈ ഒരു ടേമും കൂടിയിട്ട് ഒരുമിച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, റൂട്ട് ഓഫ്, ഞാൻ ജസ്റ്റ് വേറൊരു പേജിൽ എഴുതാം. ഇപ്പം നമുക്ക് റൂട്ട് ഓഫ് 1 plus 4 raised to n 5 raised to n divided 1 plus 5 raised to n 4 raised to n എന്നാണ് വരുന്നത്. ഇതിന് നമുക്ക് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് റൂട്ട് ഓഫ് 1 plus 4 raised to n divided 4 raised to n into 5 raised to n divided 1 plus 5 raised to n എഴുതാം. അതായത് ഒരേ ടേം വരുന്നത് നമ്മൾ ഒരുമിച്ചാക്കി. ഇനി എന്താ വരുന്നത്, 1 by 4 raised to n plus 4 raised to n 4 raised to n കൂടിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഓക്കെ, റൂട്ട് ഓഫ് ഇൻറ്റു ഇവിടെയോ 5 raised to n divided 1 plus 5 raised to n ആണ്. സോ 5 raised to n-നെ നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് ഇവിടെ 5 raised to n കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഡിവൈഡ് ചെയ്യുക. സോ 1 by 5 raised to n plus 1 വരും. ഓക്കെ, 1 by 5 raised to n പ്ലസ് 1 വരും. അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ 1 by 4 raised to n plus 1 എന്ന് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും 4 raised to n ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാവും ഒന്നും കൂടി എളുപ്പം. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 raised to n ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക ടേം നോക്കാം. ഇവിടെ 1 by 4 raised to n പ്ലസ് 1 ഡിവൈഡഡ് 1 എന്നാവും വരിക. അപ്പോൾ അത് എഴുതണ്ട. ഇൻറ്റു ഇവിടെ എന്ത് വരും, 5 raised to n 1 ഡിവൈഡഡ് 1 by 5 raised to n plus 1 എന്ന് വരും. അപ്പോൾ ഇതിനെ ഒന്നും കൂടി കോമൺ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും, റൂട്ട് ഓഫ് 1 by 4 raised to n plus 1 ഡിവൈഡഡ് 1 by 5 raised to n plus 1 വരും. ഓക്കെ, 1 by 5 raised to n plus 1 വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, n tend to infinity കൊടുക്കുകയാണ്. n tend to infinity കൊടുക്കുമ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറും, ഈ ഒരു ടേം 0 ആയിട്ട് മാറും. കാരണം 1 by infinity എന്നാണ് വരും. 1 by infinity 0, ഇവിടെയും 1 by infinity 0. സോ 0 plus 1 0 plus 1. So that's equal to 1 which is less than infinity. Also sigma n equal to 1 to infinity b എന്ന് പറഞ്ഞത് 4 by 5 all raised to n by 2 എന്നാണ്. ഈ 4 by 5 all raised to n by 2 എന്ന് പറഞ്ഞാൽ is a geometric series with the first term a equal to 4 by 5 raised to 1 by 2 and ratio 4 by 5 raised to 1 by 2. Since the ratio 4 by 5 raised to 1 by 2 is less than 1, so നമുക്ക് എന്ത് പറയാം, ആ സീരീസ് കൺവേർജന്റ് ആണെന്ന് പറയാം. ഹെൻസ് ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ദി ഗിവൺ സീരീസ് ഓൾസോ കൺവേർജസ്. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കൺവേർജസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദി nth ടേം ഓഫ് ദി ഗിവൺ സീരീസ് നമുക്ക് തന്നിട്ടുള്ള nth ടേം a n ഈക്വൽ ടു ഇതാണ്, റൂട്ട് ഓഫ് n raised to 4 plus 1 മൈനസ് റൂട്ട് ഓഫ് n raised to 4 minus 1. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ നമുക്ക് റൂട്ട് ഓഫ് ഇങ്ങനെയാണ് നമുക്കൊരു സീക്വൻസ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെന്ത് ചെയ്യുക, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. കാരണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്
കമ്പയർ ആയിട്ട് നമുക്കൊരു സീരീസ് അല്ലെങ്കിൽ ഒരു ടേം എടുക്കാൻ പറ്റില്ല. അതായത് ബി എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എടുക്കാൻ പറ്റില്ല. സോ അതിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യുക, ഡിവൈഡ് ചെയ്യും ചെയ്യുക. ഇതിൻ്റെ കോൺജുഗേറ്റ് പറഞ്ഞാൽ ഇവിടെ പ്ലസ് വരും, അതുകൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈയും ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ മേലെ നോക്കുക, മേലെ എന്ത് വന്നു, a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വന്നു. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. സോ n⁴ + 1 മൈനസ് n⁴ - 1 ഡിവൈഡഡ്, ഇവിടെ ഈ ഒരു ടേം വന്നു. ഇവിടെ നിന്ന് നോക്കുക n⁴ ക്യാൻസൽ ആവും, 1ഉം 1 + 1 1 2 എന്ന് വരും. സോ 2 ഡിവൈഡഡ് √n⁴ + 1 + n⁴ + 1 - 1 വന്നു. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ n⁴ ആണ് ടേം വരുന്നത്, 2 n⁴ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, √n⁴ + 1 n⁴ 2 വരുന്നുണ്ട്, പിന്നെ എന്താ സ്ക്വയർ റൂട്ടും കൂടിയാണ്. അപ്പം നമുക്ക് bn ആയിട്ട് എന്ത് എടുക്കാം, 1/n² എടുക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാ വെച്ചാൽ റൂട്ടിൻ്റെ ഉള്ളിൽ n⁴ അല്ലെങ്കിൽ n⁴3 വരില്ല, n⁸ അല്ലെങ്കിൽ n�16 ഒക്കെ വരുന്നെങ്കിൽ ആ സ്ക്വയർ റൂട്ടിൻ്റെ നേരെ സ്ക്വയർ റൂട്ട് നിങ്ങൾ ആ സ്ക്വയർ റൂട്ടിൻ്റെ നേരെ റൂട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, bn ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് n⁴ റൂട്ട് എന്ത് വരും, n² എന്ന് വരും. അപ്പോൾ അത് നിങ്ങൾ bn ആയിട്ട് ചൂസ് ചെയ്യുക. സോ 1/n². അത് ഡിനോമിനേറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ an മാറ്റി എഴുതിയത്. ഓക്കെ, സോ ലിമിറ്റ് n → ∞ നമ്മൾ ലിമിറ്റ് n → ∞ an/bn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ ലിമിറ്റ് n → ∞ a എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് n⁴ + 1 പ്ലസ് √n⁴ - 1 ഡിവൈഡഡ് 1/n² ആണ്. അപ്പോൾ നേരെ തിരിഞ്ഞ് n² ഡിവൈഡഡ് 1 വരും. സോ 2n² എന്ന് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് n² ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ നിന്ന് n² ഔട്ട് സൈഡ് എടുക്കുക. ദെൻ 2n² ഡിവൈഡഡ് n² ഇൻറ്റു √1 + 1/n⁴ പ്ലസ് √1 - 1/n⁴. അതായത് ഇവിടെ n⁴ ആണ്. അപ്പോൾ n⁴ നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കണം, സ്ക്വയർ റൂട്ടിൽ നിന്നാണ് നമ്മൾ ഔട്ട് സൈഡിൽ എടുക്കുന്നത്. സോ n⁴ സ്ക്വയർ റൂട്ടിൽ നിന്ന് ഔട്ട് സൈഡിൽ എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, n² ആയിട്ട് മാറും. സോ n² ഇവിടെ ഇതാക്കുമ്പോൾ ബാക്കി എന്ത് വരും, 1 പ്ലസ് ഇവിടെ 1/n⁴ എന്ന് എഴുതും. സ്ക്വയറിൻ്റെ ഉള്ളിലാണല്ലോ എഴുതുന്നത്, സ്ക്വയറിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ നമ്മൾ n⁴ എന്ന് തന്നെ എഴുതണം. ദെൻ 2 അപ്പോൾ n² ക്യാൻസലായി. ദെൻ 2 ഡിവൈഡഡ്, അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ മാത്രം n-ന്റെ ടേം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0ലേക്ക് വരുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ 2/√1 + 1/n⁴ പ്ലസ് √1 - 1/n⁴. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവും, ഇത് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 ആവും. സോ 2 ഡിവൈഡഡ് 1 + 1 ദാറ്റ്സ് ഈക്വൽ ടു 1 > എന്ന് വരും. ഓക്കെ, 1 > അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ദെൻ bn നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, 1/n² ആണ് എടുത്തിരിക്കുന്നത്. 1/n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു p സീരീസ് ആണ്. p സീരീസ് വിത്ത് p = 2 ആണ്. അതായത് 1/x⁻p എന്നാണ് വരിക. ഈ p എന്ന് പറഞ്ഞത് 2 ആണ്. അത് > 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് കൺവേർജൻസ്. p സീരീസിൻ്റെ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് കൺവേർജൻസ് ആണ് കിട്ടി. ദെൻ ഹെൻസ് ബൈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈസ് an എന്ന് പറയുന്ന സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ കമ്പാരിസണിൽ തന്നെ 2 കമ്പാരിസൺ ഉണ്ട്, ഒന്ന് ഡയറക്റ്റ് കമ്പാരിസണും ഒന്ന് റേഷ്യോ കമ്പാരിസണും. ഇനി